സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് പ്രവേശിച്ചാൽ വീട്ടിനകത്ത് കയറൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? അസ്വദ് റഹിമഹുല്ല ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മാപ്പിള ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വീട്ടിനകത്ത് കയറിയാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്തായിരുന്നു അറിയോ മഹദിയുടെ മറുപടി? സാധാരണ നമ്മുടെയൊക്കെ ആളുകൾ പറയുന്നത് പോലെ ചിലപ്പം വീട്ടിനകത്ത് കയറിയാൽ കുറച്ചു നേരം ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കും, ഭക്ഷണമായി എന്ന് പറഞ്ഞ് ഞാൻ കിച്ചണിൽ നിന്ന് വിളിച്ചു പറയുമ്പം ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കും. ചിലപ്പോൾ ആ സമയത്തും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. പിന്നെ ഇനി പുറത്തുനിന്ന് നല്ല വർക്ക് പ്രഷറിലും ഉത്തരവാദിത്തങ്ങളുടെ ഭാരമൊക്കെ പേറിയിട്ടാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഞങ്ങളോട് തീർക്കും, ദേഷ്യം പിടിക്കും, ചൂടാവും. ഇനി നല്ല മൂടാണെങ്കിൽ കുറച്ച് കളിച്ച് ചിരിച്ചൊക്കെ സംസാരിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മറുപടി. ഒറ്റ വാക്കിൽ അവർ മറുപടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയാൽ കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹിന ഐ ഫീ ഖിദ്മതി അഹ്ലിഹി. നബി തങ്ങൾ വീട്ടിൽ കയറിയാൽ പിന്നെ തൻ്റെ ഭാര്യയുടെ തൻ്റെ വീട്ടുകാരിയുടെ ഖിദ്മത്തിലായിരിക്കുന്ന, സേവനത്തിലായിരിക്കുന്ന, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് കൂടുമായിരുന്നു. ഫൈദ ഹളറത്തി സ്വലാ ഖറജ ഇല സ്വലാ. നമസ്കാരത്തിന് സമയമായി ബാങ്ക് കൊടുത്താൽ അതുവരെ അവിടെ ഖിദ്മത്തിലായി കഴിയും. ബാങ്ക് കൊടുത്ത് നമസ്കാരത്തിന് സമയമായാൽ നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അല്ലെ? അന്നത്തെ കാലത്ത് ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്ന ആള്. നമ്മളിന്ന് പലരും തിരക്കിന്റെ കാരണമാണല്ലോ പറയല്. പക്ഷെ അന്നത്തെ കാലത്ത് ഏറ്റവും തിരക്കുണ്ടായിരുന്ന മനുഷ്യൻ വീട്ടിനകത്ത് കയറിയാലോ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? ആ തിരക്കുണ്ടോ? ആ ചൂടാവലുണ്ടോ? ഒന്നുമില്ല. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി എന്നാണ് ആ മാപ്പിളയെ കുറിച്ച് ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പൊ നബിതങ്ങളിൽ നിന്നുള്ള മാതൃക എന്ന് പറഞ്ഞാൽ വെറും മിഹ്റാബിലും പള്ളിയിലും ഒക്കെ നിൽക്കുമ്പോൾ മാത്രമല്ല നമുക്കുള്ളത്, മറിച്ച് വീട്ടിന്റെ അകത്തും ഭർത്താവായി നിൽക്കുമ്പോഴും ഗൃഹനാഥനായി നിൽക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന നല്ല അനുയായികളായി മാറാൻ കഴിയും. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ.